ADGP അജിത് കുമാറിനെതിരെ പുതിയ ആരോപണം. അദ്ദേഹം കേരളത്തിലെ കേരള പോലീസിൻ്റെ സ്പോർട്സിൻ്റെ ഹെഡ്, അതിൻ്റെ സൂപ്പർവൈസറി ഓഫീസർ അദ്ദേഹമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആരോപണം, കണ്ണൂരുള്ള ഒരു വോളിബോൾ പ്ലെയറെ അദ്ദേഹം പോലീസിൽ റിക്രൂട്ട് ചെയ്യാൻ സ്പോർട്സ് കോട്ടയിൽ എടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. മറ്റ് ഒരാരോപണം, 2 ബോഡി ബിൽഡിങ്ങുകാരെ, അത് കോഴിക്കോടുള്ളവരെ, അവരെ 2 പേരെ ഇൻസ്പെക്ടർ റാങ്കിൽ പോലീസിൽ എടുക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഇപ്പോഴത്തെ ഈ സ്പോർട്സ് ഓഫീസർ പോലീസിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി, പകരം മനോജ് എബ്രാഹത്തിനെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലെ സ്പോർട്സുകാർക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഇവിടെ ആംഡ് പോലീസിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന പല സ്പോർട്സുകാരും കേരള പോലീസിൽ ആംഡ് പോലീസിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വോളിബോൾ പ്ലെയറായ ജിമ്മി ജോർജിനെ കേരള പോലീസ് ഡയറക്റ്റ് ആംഡ് പോലീസ് ഇൻസ്പെക്ടറായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിമ്മി ജോർജിൻ്റെ ചേട്ടൻ ജോസ് ജോർജിനെയും ഗോപിനാഥ്, ഇവരെ 2 പേരെയും പോലീസിൽ റിക്രൂട്ട് ചെയ്ത് 2 പേരും IG റാങ്കിൽ ചെന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തു. ആ IG റാങ്കിൽ വരാൻ കാരണം 2 പേർക്കും IPS കൺഫർ ചെയ്ത് ഗവൺമെൻറ് കൊടുത്തതുകൊണ്ടാണ്. പക്ഷേ സുപ്രീം കോടതി അടുത്തൊരു ഓർഡർ വന്നു, ലോക്കൽ പോലീസിലുള്ളവർക്ക് മാത്രമേ IPS കൺഫർ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. ഇത് ആംഡ് പോലീസിലുള്ളവരാണ്. അവർക്ക് ആ ലോക്കൽ പോലീസിൻ്റെ പ്രൊവിഷനോ അവരുടെ നടപടിക്രമങ്ങളോ ഒന്നും അറിയില്ല. അവരെ റിസർവ് പോലീസിലാണ് ഈ സ്പോർട്സുകാരെ ഇതുവരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരെയും ലോക്കൽ പോലീസിൽ എടുക്കില്ല. കാരണം അതിൻ്റെ അവരെ പഠിപ്പിക്കുന്ന സിലബസും അതുപോലെ തന്നെ PSC ടെസ്റ്റ് എഴുതി വേണം, കഴിവുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് വരാൻ ഒക്കുള്ളൂ. സാധാരണ ഇപ്പം പോലീസുകാർ ആംഡ് പോലീസിൽ റിക്രൂട്ട് ചെയ്തവർ അവിടെ നിന്ന് ഒരു 3-4 കഴിയുമ്പം അവർക്ക് ലോക്കൽ പോലീസിലേക്ക് ഓപ്റ്റ് ചെയ്യാം. അവർ ഇനിഷ്യലായിട്ട് വരുന്നത് നേരിട്ട് ലോക്കൽ പോലീസിലല്ല, അവരെ ആംഡ് പോലീസിൽ തന്നെ ഓരോ SP-മാരുടെയും കമ്മീഷണർമാരുടെയും കീഴിലെ ആംഡ് പോലീസ് റിസർവ് പോലീസ് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് പ്രാഥമികമായി ട്രാൻസ്ഫർ വാങ്ങിക്കും. അവിടുന്ന് പിന്നെ പതുക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ ഓപ്റ്റ് ചെയ്ത് അയക്കും. അതാണ് സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഗ്രേഡിലുള്ളവർക്ക് കിട്ടുന്ന ലോക്കൽ പോലീസ് പോസ്റ്റിംഗ്. അതേസമയത്ത് ആംഡ് പോലീസുള്ളവർക്ക് ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ട്, ഈക്വലായിട്ടുള്ള ശമ്പളമുണ്ട്, മറ്റൊന്നിനും അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ലോക്കൽ പോലീസ് SHOയുടെ റോള് അവർക്കില്ല, അവിടെ വന്നിരിക്കാൻ കഴിയില്ല. അത് PSC ടെസ്റ്റ് എഴുതി പാസ്സാവുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് തന്നെയല്ല, മിനിമം എഡ്യൂക്കേഷൻ ഗ്രാജുവേഷൻ ആയിരിക്കണം. അതുകൊണ്ട് അതേസമയത്ത് ആംഡ് പോലീസ് സ്പോർട്സുകാർക്ക് അവർക്ക് ഗ്രാജുവേഷൻ വേണ്ട, അവർക്ക് കഷ്ടിച്ചുള്ള വിദ്യാഭ്യാസമുള്ളവരും നല്ല ഇന്ത്യയിലെ നമ്പർ 1 ഓരോ രംഗത്തും ഓരോ സ്പോർട്സ് ഡിവിഷനിലും ഓരോ ഡിസിപ്ലിനിലും നമ്പർ 1 ആയിട്ട് വരുന്നവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും കാണില്ല. അവർ സ്പോർട്സ് കൊണ്ട് മാത്രം അവരുടെ പ്രാവീണ്യം തെളിയിച്ചവരാണ്. ഇവിടെ കേരളത്തിലെ പല ആംഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമുക്ക് ഇൻ്റർനാഷണലായ ഫുട്ബോളിൻ്റെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു പ്ലെയറായ IM വിജയനെ പോലീസിലെടുത്ത് അദ്ദേഹം ഇപ്പം ഡെപ്യൂട്ടി കമാൻഡൻറ്റിൻ്റെയോ റാങ്കിലാണ് അദ്ദേഹം ഇപ്പം ആംഡ് പോലീസിലുള്ളത്. അപ്പോൾ അതുപോലെ അവർക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും. ലോവർ റാങ്ക് റിക്രൂട്ട് ചെയ്താൽ മുകളിലോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റായിട്ട് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ SP ഡെപ്യൂട്ടി കമാൻഡൻറ്റ് റാങ്കിൽ വരെ അവരെല്ലാം എത്തും. പക്ഷേ വിദ്യാഭ്യാസ യോഗ്യത വേണം, അല്ലെങ്കിൽ ആ ഓരോ പോസ്റ്റിലേക്ക് വരുമ്പോൾ റാങ്ക് അനുസരിച്ച് വന്നാലും അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിൽ അവർ ടോട്ടലായിട്ട് ഫെയിലിയർ ആവും. അതുകൊണ്ടാണ് കേരള പോലീസിലെ സ്പോർട്സുകാരെ എടുത്തു കഴിഞ്ഞാൽ അത് ലോക്കൽ പോലീസ് എടുക്കാത്തതും, രണ്ടാമത് ആംഡ് പോലീസിൽ തന്നെ എടുത്താൽ തന്നെയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടി വരും. കാരണം ഡെപ്യൂട്ടി കമാൻഡൻറ്റ്, അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ്, അതോടൊപ്പം തന്നെ കമാൻഡൻറ്റ് പോസ്റ്റിലൊക്കെ വരുമ്പോൾ സ്പോർട്സുകാരെ എടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ അവരൊരു ഫെയിലിയർ ആയിരിക്കും, അവർ സഫർ ചെയ്യും. കേരളത്തിലെ ഇപ്പോഴേ ADGPയുടെ പേരിലുള്ള ആരോപണം, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിക്കാരാണ് ഇവരുടെ മെറിറ്റ് മുഴുവൻ പരിശോധിച്ച് അവരെ ഇനി പോലീസിലെടുത്താൽ തന്നെ ഇവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്താൽ അവർ ഇനിയും മുന്നോട്ട് അവരുടെ റെക്കോർഡ് പുതുക്കുമോ, അല്ലെങ്കിൽ അവർ കൂടുതൽ ഉന്നതത്തിലേക്ക് പോകും എന്ന് തോന്നുന്നവരെ മാത്രമേ പോലീസിലെടുക്കുകയുള്ളൂ.
അല്ലാതെ വളർച്ച മുരടിച്ച ഒരു പോലീസ് ഒരു സ്പോർട്സുകാരനെ ഒരിക്കലും പോലീസിൽ എടുക്കില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രോമിസിംഗ് ആയ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയ, വളർന്നു വരുന്ന വരുന്ന സ്പോർട്സുകാരെ പോലീസിലെടുക്കും. എന്തായാലും ഇപ്പം വന്നിരിക്കുന്ന ആരോപണം ADGPക്ക് അജിത് കുമാറിനെതിരായിട്ട് ആരോപണം വളരെ സീരിയസ് ആണ്. ആ രണ്ടുപേരെ എന്ത് ഗ്രൗണ്ടിൽ അദ്ദേഹം ഇൻഡിപെൻഡൻ്റായിട്ട് റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്പെർട്ട് ഉണ്ടാവും, പോലീസിലെ 2 പേരുണ്ടാവും, മറ്റ് ചിലത് സ്പോർട്സിലെ ഒരു എക്സ്പെർട്ട് വരും. അത് സ്പോർട്സ് കൗൺസിലിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ സ്പോർട്സിനെ പറ്റി വിവരമുള്ള ഫിസിക്കൽ ഡയറക്ടർമാരോ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഒരു കമ്മിറ്റി എടുത്തിട്ടാണ് അതിനകത്ത് പാകപ്പഴ ഉണ്ടാകാതെ ആൾക്കാരെ എടുക്കുന്നത്. ഇദ്ദേഹം അത് തന്നിഷ്ടപ്രകാരം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതേപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് അഴിമതിയുടെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടി വരും. പക്ഷേ പോലീസിൽ ഇങ്ങനെ എടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. അതിന് പല സ്പോർട്സുകാരെ എടുത്തുകൊണ്ട് വർഷങ്ങളായിട്ട് 10-30-40 വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ ഈ ആൾക്കാരെ 3 പേരെ സെലക്ട് ചെയ്തത്, അതോ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണോ സെലക്ട് ചെയ്തതെന്ന് നമുക്ക് അതേപ്പറ്റി വ്യക്തതയില്ല. എങ്കിലും ആ പോസ്റ്റിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ ഇപ്പം മാറ്റിയിരിക്കുന്നു. അദ്ദേഹം സ്വയം രാജിവെച്ച് പോയെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റിയെന്ന് പറയുന്നുണ്ട്. സ്പോർട്സിൻ്റെ കേരള പോലീസിൻ്റെ ചുമതല ഇപ്പം മനോജ് കുമാറിനാണ്. അദ്ദേഹം ADGP മനോജ് കുമാറാണ് ഇപ്പോൾ സ്പോർട്സിലെ കേരള പോലീസിൻ്റെ കീഴിലുള്ള എല്ലാ സ്പോർട്സുകാരുടെയും കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്.